എണീക്കുന്നേ. നേരെ ഉച്ചയായി. ഇങ്ങനെയുണ്ടോ ഒരു ഉറക്കം? ചായ. ആ നാണുകാര് പാവാണ് കേട്ടോ. കണ്ണട ഉണ്ടായിട്ടും വെക്കണില്ല. കണ്ണോട്ട് കാണുന്നുമില്ല. ഞാൻ വെപ്പിച്ചു. എങ്ങനെയുണ്ട് ചായ? നന്നായിട്ടുണ്ട്. നോണ പറയാ. എനിക്ക് കാപ്പിടാനാ ഇഷ്ടം. എന്താന്നറിയോ? ഇല്ല. അത് നല്ല എളുപ്പാ. എങ്ങനെ കളിക്കാലും ഒരു രസം ഉണ്ടാവും. ചായ ഒരു പാകം തെറ്റിയാ അത് വായിൽ ഒഴിക്കാൻ പറ്റില്ല. ഇത് നല്ല രസമായിട്ടുണ്ട്. യെസ്, വിഷ്ണു സ്പീക്കിംഗ്. എന്താ വക്കീലേ? അയ്യോ, ഇന്നോ? ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാ പോരെ? ഓ, അത് ശരി. ഇന്ന് തന്നെ എനിക്ക് തിരിച്ചു പോന്നൂടെ? ശരി, ഞാൻ ഇപ്പൊ തന്നെ തിരിക്കാം. ഉച്ചോടെ എത്തും. ഓക്കെ. എന്താ ഫോണില് പറഞ്ഞത്? രാവിലെ ഒരു യാത്രയുണ്ട് കൊച്ചിക്ക്. പോയിരുന്നോ? വന്നാ ബുദ്ധിമുട്ടാവോ? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ല, വരുന്നില്ല. വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ ഞാനൊരു ശല്യാവും. ഞാൻ പോയിട്ട് രാത്രി എത്തും. നേരത്തെ വരണം കേട്ടോ. അല്ലെങ്കി വരുമ്പോ ഞാൻ സുഖമായിട്ട് ഉറങ്ങുണ്ടാവും. ഞാൻ ഓടിച്ചോളാം. ഞാനേ പിന്നെ ഈ കുന്ത്രാണ്ട് കൊടുത്ത ചെവി വെച്ചൂടെ? സൂക്ഷിച്ചോളണം. ആ തോമച്ചാക്കോ ആള് വിളഞ്ഞ വിത്താ. ചിലപ്പോ വരും. അകത്ത് കേട്ടരുത്. ഗേറ്റ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തേക്കണം. ഞാൻ വന്നിട്ട് തുറന്നാ മതി. എന്തെങ്കിലും അപകട സൂചന കിട്ടിയാൽ അവളിരിക്കുന്ന മുറി പുറത്തുനിന്ന് പൂട്ടിയേക്കണം. ശരിക്കും കേട്ടോ? എവിടെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ? നാണുവാരെ, ഇവിടുത്തെ സാറിന് ഭാര്യയും കുട്ടികളൊന്നുമില്ലേ? ആവശ്യമില്ലാത്തൊന്നും ചോദിക്കരുത്. മോളധികം പുറത്തൊന്നും ഇറങ്ങി നടക്കണ്ട. അകത്ത് വരുന്നുള്ളൂ. ഞാൻ ഗേറ്റ് കൂട്ടിട്ട് വരാം. സാറാണോ? സാറാണോന്ന്? എന്റെ ഗുരുവായൂരപ്പ ചതിച്ചു. എന്തോ തനിക്ക് എന്ത് പറ്റി? വേഗം തുറക്കണോ ഗേറ്റ്? ഓ, തുറക്കാം. അച്ഛന് തണുക്കുന്നുണ്ടോ? സ്വെറ്റർ എടുത്തിട്ടുണ്ട്. വേണ്ട, പിന്നെ മതി. എന്താന്നാണ് നേരെ അനിയനെ പോലെ അവിടെ തന്നെ നിൽക്കുന്നത്? ഇങ്ങോട്ട് വരൂ. ഓ
ഒന്ന് അറിയിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. എന്റെ മോന്റെ വീട്ടിലേക്ക് വരാൻ ഞാൻ അറിയിച്ചിട്ട് വേണം അല്ലേ? അല്ല, അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. കുട്ടൻ ഉറങ്ങിയോ? ഇല്ല, വന്നിട്ടില്ല. കൊച്ചിക്ക് പോയിരിക്കാം വക്കീലിനെ കാണാൻ. എപ്പോഴാ വരിക? രാത്രി തന്നെ വരുമെന്നാ പറഞ്ഞേക്കണത്. ആ, ഈ വീട് വിഷ്ണു വാങ്ങിയതോ അതോ വാടകയ്ക്കോ? വാങ്ങിയതാ. ഞാനിവിടെ ഒരു തവണയെ വന്നിട്ടുള്ളൂ. ഞാനും അതെ, ഒരിക്കൽ വന്നിട്ടുണ്ട്, വാങ്ങിയ ഇടയ്ക്ക്. ഇതിലെ വരും, അതാണ് സാറിന് പറയും. വരും 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 വരും, ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. നാണുകാരെ, ബാത്റൂം എവിടെയാ? അവിടെയാണ് ബാത്റൂം, അവിടെയാണ് ബാത്റൂമേ, അവിടെയാണ് ബാത്റൂമേ. അയ്യോ കൊച്ചേ, കൊച്ചേ, കൊച്ചേ. നാണുനേരെ, ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു കളിക്കാതെ ആ കാറിൽ ചെന്ന് പെട്ടി സാധനങ്ങൾ എടുത്തോണ്ട് വരണം. ഓ, ആ ഓ, ഓ. സീതേ, വല്ലാതെ വിശക്കുന്നു. അടുക്കളയിൽ കഴിക്കാൻ വല്ലതുണ്ടോ നോക്ക്. നാണുനേരെ, ഈ മുറിയുടെ താക്കോൽ എവിടെ? അത് പിന്നെ അത് ഈ മുറി തുറന്ന് എന്റെ പെട്ടി അതിനകത്ത് വെച്ചാ മതി. അത് മുഴുവൻ അഴുക്കും പൊടി കയറി കിടക്കുക. പിന്നെ തനിക്ക് എന്തോരാ അവിടെ ജോലി? തിരിച്ചടിയായല്ലോ ദൈവമേ. അവിടെ നിന്ന് പിറുപിറുക്കാതെ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാടോ. ഓ, അപ്പഴേ കൊച്ചമ്മേ, അവിടെ നല്ലൊരു എ ക്ലാസ് മുറിയുണ്ട്. മേനോൻ സാറിന് അപ്പുറത്തൊരു മുറിയുണ്ട്. ഞാൻ പോയി പെട്ടി എടുത്ത് വേണ്ട വേണ്ട, പെട്ടിയൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ. താൻ അതിന്റെ താക്കോൽ ഇഞ്ഞെടുത്തേ. കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ഈ മുറി തന്നെയാ കിടന്നത്. ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലേ ഞാനിന്ന് കിടക്കുന്നുള്ളൂ. അമ്പടാ, തന്നെയൊക്കെ അങ്ങനെ വിട്ടാ ശരിയാവില്ല. സീതേ, ആ ചൂലിഞ്ഞെടുത്തേ. അയ്യോ, താക്കോല് പോയി. അതെ, അതാണ് പ്രശ്നം. അതുകൊണ്ട് അടിച്ചു വരായിരുന്നത്. ഞാൻ എപ്പോഴും പറയും, പക്ഷെ കേക്കണ്ടേ. എന്താമ്മേ കാര്യം? ഇത്രയും നല്ല ഒരു മുറി ഒന്ന് അടിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇയാളെയൊക്കെ എന്തിനാ ഇവിടെ വെച്ചോണ്ടിരിക്കുന്നത്? എന്നിട്ടൊരു കാരണം, താക്കോല് കണ്ടില്ലാന്ന്. മുറിയിൽ ലൈറ്റ് ഉണ്ടല്ലോ. ലൈറ്റ്, ലൈറ്റ്. എന്താ സീതേ? എന്തിനാ നീ കരയുന്ന? എന്താ മോളെ? സീതേ, സീതേ, എന്താ മോളെ, എന്തു പറ്റി? എന്റെ ഈശ്വര. എടോ, ആരായി പെണ്ണ്? സത്യം പറയടോ, ആരായി പെണ്ണ്? എന്റെ കൊച്ചമ്മ, ആവശ്യമില്ലാത്ത കാര്യം നീ അന്വേഷിക്കാറില്ല. എന്നോട് ചോദിക്കരുത്. എന്താ എടത്തി? നശിച്ചടാ, എന്റെ കുടുംബം നശിച്ച് നാരായണക്കല്ലായി. വീടും വേണ്ട, നാടും വേണ്ട, അമ്മയും വേണ്ട, ഭാര്യയും വേണ്ടെന്ന് വെച്ച് നടന്നത് ഇതുകൊണ്ടാണെന്ന് ഇപ്പോഴാണല്ലോ ഈശ്വര ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല. എന്താ കാര്യം എന്ന് പറയൂ. ഞാൻ മുറിയിൽ ചെന്ന് നോക്ക്. എന്താറടങ്ങാ, ഇത് എന്റെ തലയിൽ തന്നെ വന്ന് പെട്ടല്ലോ. എടാ, നീയാണ് എല്ലാത്തിനും കൂട്ട്. സത്യം പറടാ, അവന്റെ ഭാര്യയാണോ അത്? അയ്യോ അല്ല. പിന്നെ കാണാൻ പാടില്ലാത്തൊന്നും ഞാൻ കാണാറില്ല, കേൾക്കാൻ പാടില്ലാത്തൊന്നും കേൾക്കാറുമില്ല. എന്നോടും ചോദിക്കണ്ട, എനിക്കൊന്നും അറിയില്ല. എന്നെ ഈ നാണക്കേട്ട് ഇടപെടുത്തരുത്. എനിക്ക് പണ്ടേ ചില സംശയം ഉണ്ടായിരുന്നു. ഞാനും എന്റെ മോളും ഇനി ഇവിടെ താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞങ്ങള് പോവുക. നാരായണ, അവൻ ഇങ്ങോട്ട് വരട്ടെ. എന്താന്ന് അവനോടൊന്ന് ചോദിച്ചിട്ട്. ഓ, ഇനി അവനോട് ചോദിച്ചിട്ട് വേണമല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. പറയാനുള്ള നാന്നാര് പറഞ്ഞല്ലോ, നിങ്ങൾ വരച്ച വര നിർത്തി വളർത്തിയ മോനല്ലേ. ഇപ്പൊ കൊച്ചിക്ക് പോയിരിക്കുന്ന വേറൊരു വെപ്പാട്ടി എടുത്തേക്ക് ആരറിഞ്ഞു? നെറുകെട്ടവൻ. ഒന്ന് നിർത്തൂ, നിർത്തൂ, ഒന്ന് നിർത്തൂ, നിർത്തൂ.